ഹലോ, ഇന്ന് ഞാനൊരു പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം അമ്മ കൊണ്ടുവന്ന കുമ്പളങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഒരു പുളിങ്കറി ഉണ്ടാക്കാമെന്ന്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം ഉണ്ടാക്കിയാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നുവേ. നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് ആദ്യമേ ഇതൊന്ന് കട്ട് ചെയ്ത് ഇതൊന്ന് മുറിച്ചെടുക്കാം. കണ്ടോ, നമ്മളത് ഹാഫ് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പകുതി മതി നമുക്ക്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട സാധനങ്ങളാണ്: ഒരു 4 പച്ചമുളക് വേണേ, പിന്നെ ഒരു സവാള. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ക്ലീൻ ചെയ്ത് കഴുകി അരിഞ്ഞെടുക്കാം. കണ്ടോ, ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ കുമ്പളങ്ങ കട്ട് ചെയ്യാൻ വേണ്ടിയേ. പച്ചമുളക് നമ്മൾ 2ആയിട്ട് കീറിയിട്ടാൽ മതി. സവാളയും ക്യൂബായിട്ട് തന്നെ അരിഞ്ഞിടണം. അപ്പം എല്ലാം നമ്മൾ ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ ഇടാനുണ്ട്. കുറച്ച് മതി, ഒത്തിരിയൊന്നും വേണ്ട. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാമേ. ഫസ്റ്റ് തന്നെ ഞാൻ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു ശകലം മഞ്ഞൾപ്പൊടി വേണേ. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് പൊടിയാണ്. നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. കാരണം ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ശകലം വെള്ളം ഒഴിച്ചപ്പോൾ ശകലം വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വേവിക്കാൻ വെക്കാം. അതവിടെ ഇരുന്ന് വേകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിയിടാം. പുളിങ്കറിയല്ലേ, അപ്പോൾ ശകലം പുളി മതി. നമുക്കതെടുത്ത് വെള്ളത്തിയിടാം. നമുക്ക് നോക്കാം നമ്മുടെ കറി വെന്തോന്ന്. ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുമ്പളങ്ങ, നല്ല നെയ്ക്കുമ്പളങ്ങ അല്ല, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കണ്ടോ, ഞെക്കി തന്നെ നോക്കിയപ്പം കണ്ടോ, നല്ല ഓണം അത് വെന്തിട്ടുണ്ട്. കണ്ടോ, വെന്ത്. ഇനി നമുക്ക് നമ്മുടെ പുളി ഇട്ടിട്ടില്ലേ, നമുക്കത് നല്ലോണം കൈ കഴുകി ഞെരടി പിഴിഞ്ഞെടുത്ത് അത് നമ്മുടെ ഒരു അരിപ്പ എടുത്തിട്ട് അതിനകത്ത് അരിച്ച് ഒഴിക്കണം. നമ്മൾ ഈ കറിക്കകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. അരിച്ച് അതിനകത്ത് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വെക്കണ്ട, അല്ല നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പുളിയെല്ലാം കുമ്പളങ്ങ കഷ്ണത്തിലും പിടിക്കാനും കൂടാണേ. അപ്പോഴത്തേക്കിന് അത് അവിടെ നിന്ന് വേകുമ്പത്തേന് നമുക്ക് ഇപ്പുറത്തെടുപ്പിലോട്ട് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് കായപ്പൊടി ഒരു ടേസ്റ്റിന്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചക്കുത്തലൊന്ന് മാറിയതിന് ശേഷം ഇത് നമുക്ക് ഇനി കറിക്കകത്തിടാം. അതുകൂടെ കറിക്കകത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം. തിളച്ച ആ കുത്തൽ മണമൊക്കെ ഒന്ന് പോയതിന് ശേഷം നല്ലവണ്ണം അവിടെ നിന്ന് തിളയ്ക്കട്ടെ. ഇതിനകത്ത് ഉപ്പ് കുറവുണ്ടോ ഇല്ലയോ നമ്മളിപ്പോഴാണ് നോക്കേണ്ടത്. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ശകലം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. എന്ന് പറഞ്ഞാൽ ഉപ്പ് ഒത്തിരി കൂടുകയും ചെയ്യല്, കുറയുകയും ചെയ്തത്. നമുക്ക് നല്ലവണ്ണം ഉപ്പോട് ചേർത്ത് ഇളക്കി ഇതൊന്ന് തിളപ്പിക്കാം. കണ്ടോ, നല്ലവണ്ണം തിളയ്ക്കണം. ഇനി കഷ്ടത്തിലേക്ക് ആ കഷ്ടത്ത് പിടിക്കണം. നമുക്ക് വേറെ അടുപ്പിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചിട്ട് കുറച്ച്